നമസ്കാരം. നരേന്ദ്രമോദിക്ക് തെറ്റുപറ്റി. ഇവിടെ ഒരു താമരയും വിരിയില്ല. ഇത് കേരളമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ജനമനസ് NDAക്ക് അനുകൂലമാണെന്ന് പ്രസ്താവിക്കുമ്പോൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മിഥ്യാധാരണ മാത്രമാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയേണ്ടതായി വരും. മലയാളത്തിൽ എക്സിൽ കുറിപ്പുകൾ പങ്കുവച്ചത് കണ്ടോ, തെരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രം കേരളത്തെ പ്രശംസിച്ചതുകൊണ്ടോ ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാരുടെ മനസ്സ് മാറ്റാൻ സാധിക്കില്ല എന്ന് BJP നേതൃത്വം തിരിച്ചറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. LDFനും UDFനും എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തിന് നൽകിയ അവഗണനകൾ ജനങ്ങൾ മറക്കുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ വിഡ്ഢിത്തമാണ്. മതനിരപേക്ഷതയുടെയും സാമൂഹിക നീതിയുടെയും അടിത്തറയിൽ പടുത്തുയർത്തിയ കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് ഓരോ തെരഞ്ഞെടുപ്പും തെളിയിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കായിട്ടാണോ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായിട്ടാണോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പയറ്റുന്ന വിഭജന രാഷ്ട്രീയം ഇവിടെ വില പോകില്ലെന്ന് പ്രബുദ്ധരായ മലയാളിക്ക് അറിയാം. കേരളത്തെ അവഗണിക്കുന്ന സാമ്പത്തിക നയങ്ങളും പ്രളയകാലത്തും മഹാമാരി കാലത്തും സംസ്ഥാനം നേരിട്ട പ്രതിസന്ധികളിൽ കേന്ദ്രം കാണിച്ച മുഖം തിരിക്കലും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ താമര വിരിയുമെന്ന് പ്രധാനമന്ത്രി എത്രയൊക്കെ സ്വപ്നം കണ്ടാലും അത് കേരളത്തിന്റെ മണ്ണിൽ അസാധ്യമായ ഒന്നാണ് എന്ന് ശക്തമായി തന്നെ പറയട്ടെ. ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന രീതിയും കേരളം വളരെ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. UDFന്റെയും LDFന്റെയും ഭരണത്തെക്കുറിച്ച് വിമർശിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അധികാരമുണ്ട്. എന്നാൽ അത് NDA പോലുള്ള ഒരു രാഷ്ട്രീയ ബദലിനെ സ്വീകരിക്കാനുള്ള വിമർശനമായിട്ട് കാണരുത്. മറിച്ച് ജനാധിപത്യപരമായ തിരുത്തലുകൾക്കും പുരോഗതിക്കും വേണ്ടിയുള്ളതാണത്. കേരളത്തിന്റെ സംസ്കാരത്തെയോ ജീവിത രീതിയോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ വേരോട്ടം ലഭിക്കില്ലെന്ന് BJP ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നാകും. എന്തായാലും പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങൾ കേവലം തെരഞ്ഞെടുപ്പ് ഗിമിക്കുകൾ മാത്രമാണെന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം ഇന്നത്തെ മലയാളികൾക്കുണ്ട്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് രാജ്യം പൊറുതിമുട്ടുമ്പോൾ കേരളത്തെ വികസിപ്പിക്കുമെന്ന് പറയുന്നതിലെ പൊള്ളത്തരം ജനങ്ങൾ കാണുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇരുന്ന് പ്രധാനമന്ത്രി കാണുന്ന സ്വപ്നങ്ങൾ കേരളത്തിലെ പോളിംഗ് ബൂത്തുകളിൽ പ്രതിഫലിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. അത് കേരളത്തിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ടും കാര്യമുണ്ടാകാൻ പോകുന്നില്ല. മതസൗഹാർദ്ദത്തിന്റെ ഈ മണ്ണിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിന്റെ മണ്ണ് മതനിരപേക്ഷതയിലും അതുപോലെ സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായതിനാലാണ് NDAയുടെ രാഷ്ട്രീയത്തെ ഇവിടെയുള്ള ജനങ്ങൾ എന്നും എപ്പോഴും അകറ്റി നിർത്തിയിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP പയറ്റുന്ന വിഭജന രാഷ്ട്രീയമോ വർഗീയ ധ്രുവീകരണമോ കേരളത്തിൽ ചിലവാകില്ലെന്ന് ചരിത്രം പലവട്ടം തെളിയിച്ചതാണ്. വൈവിധ്യങ്ങളെ ആദരിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും വളരെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു സമൂഹത്തിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളെ പ്രബുദ്ധരായ മലയാളികൾ അംഗീകരിക്കില്ല എന്ന കാര്യമാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു താമര വിരിയാത്തതും. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിന് നിരന്തരമായി നേരിടേണ്ടി വരുന്ന അവഗണനകൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായ കാര്യം തന്നെയാണ്. പ്രളയകാലത്തും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലും കേരളം സഹായത്തിനായി കൈനീട്ടിയപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു തഴഞ്ഞതും സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനമായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കാനും സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേൽ കടന്നു കയറാനുമുള്ള നീക്കങ്ങളെ കേരളം എന്നും ശക്തമായി പ്രതിരോധിച്ചിട്ടുമുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും ഭീഷണി ഉയർത്തുന്ന നയങ്ങളാണ് BJPയുടേത് എന്ന് കേരളത്തിലെ വോട്ടർമാർ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം തുടങ്ങിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്ന ചിന്താഗതിയുള്ള മലയാളികൾക്ക് എന്നും ശക്തമായ വിയോജിപ്പുമുണ്ട്. വികസനത്തിന്റെ പേരിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും സാധാരണക്കാരന്റെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന സാമ്പത്തിക നയങ്ങളാണ് NDA സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും മലയാളിക്കറിയാം. കേരളത്തിന്റെ തനതായ സംസ്കാരത്തെയോ ഭക്ഷണ രീതിയെയോ ജീവിത ശൈലിയെയോ ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയാത്ത ഒരു രാഷ്ട്രീയത്തിന് ഇവിടെ വേരോട്ടം ലഭിക്കില്ല എന്ന കാര്യമാണ് ഈ അവസരത്തിൽ ഉറപ്പിച്ചു പറയാനുള്ളത്. മതേതരത്വവും ഐക്യവും മുറുകെ പിടിക്കുന്ന UDFനെ പോലുള്ള മുന്നണികൾക്ക് നൽകുന്ന പിന്തുണ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള കേരളത്തിന്റെ കാവൽപ്പുര കൂടിയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എത്ര തവണ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചാലും താമര വിരിയിക്കാൻ ശ്രമിച്ചാലും അത് പ്രബുദ്ധമായ ഈ മണ്ണിൽ നടപ്പിലാക്കാത്ത കാര്യമാണെന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഒരിക്കൽ കൂടി വ്യക്തമാക്കും. അതായത് ലോക്സഭയിൽ കേരളത്തിന് ഒരു തെറ്റുപറ്റി. ആ തെറ്റ് ഇത്തവണ എന്തായാലും മലയാളികൾ തിരുത്തുമെന്നർത്ഥം.